അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞില്ലേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ ഹല്ലേലൂയ. മത്തായി 4:16. മത്തായി 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അത് ഈശോനെ കുറിച്ചാണ് അത് പറയണത്. പക്ഷെ അതിൻ്റെ ഫലപ്രാപ്തി ഈശോൻ്റെ കാലത്ത് പോലും അതേസമയം തന്നെ വിജാതിയരും യഹൂദരുമൊക്കെ ഈശോയെ സ്വീകരിക്കുന്നതിന് ഭയങ്കരമായ തടസ്സങ്ങളുണ്ടായിരുന്നു. സഭയിൽ വിവാദങ്ങളായ പഠനങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. ചില യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്ത്യാനിസായിട്ടുള്ള പത്തോസിനെപ്പോലുള്ളവർ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ വിജാതിയരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ പത്രോസ് ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം യഹൂദരാകണം, പിന്നെ നിങ്ങൾ സർക്കംസിഷനൊക്കെ ചെയ്യണം, ഛേദനാചാരം ചെയ്യണം, എന്നിട്ട് ക്രിസ്ത്യനായിട്ട് ബാപ്റ്റിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ സങ്കീർണങ്ങളായ പഠനങ്ങളൊക്കെ വന്നു. അതിനോട് ബന്ധപ്പെട്ട് ഇതുപോലെ കാഴ്ചപ്പാടുകളുടെ വിഷയമങ്ങൾ കാരണം ഒത്തിരി ആര്യനിസം അങ്ങനെയൊക്കെ കുറേ അധികം പാഷാണ്ഡതകളും സിസ്റ്റമുകളൊക്കെ സഭയിലുണ്ടായി. പിന്നെ സഭയുടെ കുറേ പണി തന്നെ ഇതിന് മറുപടി പറഞ്ഞ് നടക്കുന്നതായിരുന്നു. കുറേ നൂറ്റാണ്ടുകൾ തന്നെ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിവാദമില്ല. എന്താണ്? സിമ്പിളാണ്, എല്ലാവർക്കും സിമ്പിളാണ്. ഫസ്റ്റ് ഫ്രഷ് കമേഴ്സിന് വരെ എന്താണ്, വേറെ ഒന്നുമില്ല, അവൻ പറയണ പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. വീഞ്ഞില്ല, വെള്ളമില്ല, ജോലിയില്ല, ജീവിതമില്ല എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം. എത്ര സാമ്പത്തികമായ ബാധ്യതകൾ കിടന്നവരും രോഗമൂർച്ഛയിൽ കിടക്കുന്നവർക്കും ആരോഗ്യത്തേക്ക് തിരിച്ചു വരാം. സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. എന്താണ്? സുവിശേഷവിഹിതമായി ജീവിതം പുനഃക്രമീകരിക്കണം. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തുടരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരം തുടരുകയോ അതൊന്നും ഉടമ്പടി അവിടെ വന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നിങ്ങളോട് എന്താ പറയണത്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഈ ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബങ്ങൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത് അനുസരിച്ച് ചെയ്യുമ്പോൾ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ് നടക്കുന്നത്, അല്ലാതെ സഭയുടെ പഠനങ്ങളനുസരിച്ചല്ല. അതായത് വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് ഞാൻ നോൺ ക്രിസ്ത്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യാത്തതിൻ്റെ കാരണം. നിങ്ങൾക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് കാത്തലിക്സ് സഭയുടെ പഠനങ്ങൾക്കാണ് പ്രധാനം. ദൈവവചനം പോലെ പ്രാധാന്യമാണ് സഭയുടെ പഠനങ്ങൾക്കും. കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ ആ മേഖലയിൽ ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യങ്ങൾ തന്നിട്ടുണ്ട് സഭ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഫ്രഷ് കമേഴ്സാണ് വരണത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം? നിങ്ങളുടെ ആധാരങ്ങൾ എന്താണ്? വചനമാണ് നിങ്ങളുടെ ആധാരം. നിങ്ങളുടെ അവലംബം എന്താണ്? ആ വചനം അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ റിസ്ക് തീർന്ന്, നിങ്ങൾക്ക് കടമാണ്, രോഗമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, നിങ്ങളതിൻ്റെ അകത്ത് ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി അവലംബങ്ങളെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ മുന്നേറുന്നവരെ നിങ്ങൾക്കറിയാമല്ലോ. വാഗ്ദാനത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനത്തിൽ 100% അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപക്ഷെ ഏക ആധ്യാത്മിക പരിചരണമാണ് ഈ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി അവലംബപ്പെടുത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വാഗ്ദാനം എന്തുമാത്രമുണ്ടെന്നാണ് വിചാരിക്കണത്? അതായത് 8850 വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്, അല്ലാതെ മറ്റ് പഠനങ്ങളിലല്ല. അതാണ് എൻ്റെ അക്രൈസ്തവരുടെ ഏറ്റവും വലിയ ഗുണം. അതാണ്. എന്നൊക്കറിയാം, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉടമ്പടി വർക്ക് ചെയ്യണത് സഭാ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത്? അക്രൈസ്തവർക്ക് ഉടമ്പടി വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്.